ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിൽക്കാൻ ഡോക്ടർമാരും സ്വകാര്യ കമ്പനികളും ചേർന്ന മാഫിയ പ്രവർത്തിക്കുന്നു എന്ന വാർത്ത മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. സംഭവത്തെക്കുറിച്ച് ആരോഗ്യമന്ത്രി അടക്കം റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ആശുപത്രിയിൽ സ്വകാര്യ കമ്പനികൾ നടത്തുന്ന ശസ്ത്രക്രിയാ ഉപകരണ വിൽപ്പന തടയാൻ നടപടി ആരംഭിച്ചത്. അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അഷ്റഫാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പുതിയ മാനദണ്ഡം വെച്ചത്. RSPY പദ്ധതിയിൽ അംഗങ്ങളായ രോഗികൾക്ക് വേണ്ട ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഈ പദ്ധതിയിലൂടെ മാത്രമേ വാങ്ങാവൂ എന്ന് ഡോക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകി. RSPY പദ്ധതിയിൽ ഉൾപ്പെടാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള രോഗികൾക്ക് സൂപ്രണ്ടിന്റെ അനുമതിയോടെ പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങാനാകൂ. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള രോഗികൾക്ക് ആവശ്യമെങ്കിൽ മാത്രമേ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങാവൂ എന്നും അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം ലംഘിക്കുന്ന ഡോക്ടർമാർക്കെതിരെ കർശന നടപടിയെടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടറും സ്വകാര്യ കമ്പനികളും നടത്തുന്ന തട്ടിപ്പിനെക്കുറിച്ച് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ RV രാംലാൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. രോഗിയുടെയും ഡോക്ടറുടെയും മൊഴികൾ കേട്ട ശേഷമുള്ള റിപ്പോർട്ടാണ് സൂപ്രണ്ട് സമർപ്പിച്ചത്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.